എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള അടിപൊളി ഒരു പലഹാരമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, അതുപോലെ 4 മണി പലഹാരമായിട്ടും കഴിക്കാവുന്നതാണ്. ഒരു തേങ്ങാ ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, അതില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാ കണ്ടില്ലേ, നല്ല മസാലയൊക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കപ്പിൽ നിറയെ ഗോതമ്പ് മാവ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് 2 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം സൈസ് ഉള്ളി നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, ഒരു വലിയ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വരും. പിന്നെ വേണ്ടത് കറിവേപ്പിലയും മല്ലിയിലയുമാണ്. ഇത്രയാണ് നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഉള്ളി മാത്രം വെച്ചിട്ടും ഉള്ളിയും പച്ചമുളകൊക്കെ മാത്രം ഇട്ടിട്ടും ഈ ക്യാരറ്റും ബീൻസൊന്നും ഇല്ലാതെയും നമുക്ക് ഈ മസാല തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി തുടങ്ങാം. ഗോതമ്പ് പൊടി ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മളിത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അധികമായി പോവും. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഗോതമ്പ് മാവ് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുത്ത് വയ്ക്കാം. ഗോതമ്പ് മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ കഷ്ണം കറുകപ്പട്ടയും ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആയി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണ്. ഉള്ളിയോടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഉള്ളി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ക്യാരറ്റും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാതെ ഇതുപോലെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ഉടച്ചെടുക്കുന്നതിനേക്കാളും ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്തൊന്നിട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവ് ഇനി നമുക്ക് എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്ത് വയ്ക്കാം. ഇതുപോലെ കയ്യിലേക്ക് എടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ ഒരു ബോളായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുത്ത് വയ്ക്കാം. ഇതുപോലെ ഓരോ ബോളിൻ്റെ ഷേപ്പിൽ നമുക്കിതുപോലെ എടുത്ത് വയ്ക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നമുക്ക് കട്ടിയായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഇത്രയും വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിയുടെ ആ ഒരു ലെവലിലേക്കൊന്നും പോകണ്ട. ഇത്ര ഒരു വലുപ്പത്തിൽ മാത്രം നമ്മൾ പരത്തിയെടുത്താൽ മതിയാകും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് നമുക്ക് മൂടി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് കയ്യിൽ തന്നെ നമുക്കിത് 2 സൈഡും ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. പരത്തിയിട്ട് ഇതുപോലെ മസാല ചേർത്ത് കൊടുക്കുക. പരത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ, കല്ലിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ മാത്രം ഇത്തിരി ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി. ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കുറവാണ്. കാരണം ജസ്റ്റ് നമുക്ക് ഇതുപോലൊന്ന് പരത്തിയെടുക്കാൻ മാത്രമേ വേണ്ടൂ. അഥവാ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ മാത്രം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇഡ്ഡലി തട്ടും അതുപോലെ ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലാണ് ഞാനിപ്പോൾ ഈ പലഹാരം വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു ഇഡ്ഡലി പാത്രം മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാവുമ്പോഴേക്കും അടുത്ത സെറ്റും കൂടെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള സമയം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധികം എണ്ണയുടെ ആവശ്യമില്ല. ഇത്തിരി എണ്ണ മതിയാകും. ഇനി എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു സൈഡൊന്ന് നന്നായിട്ടൊന്ന് ആയതിന് ശേഷം നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കളർ വന്നതിന് ശേഷം നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നീട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മൾ ഇത് വേവിച്ച് വെച്ചിട്ടുള്ള അതായതുകൊണ്ട് തന്നെ നമ്മളൊരു തവണ ഇഡ്ഡലി പാത്രത്തിൽ വേവിച്ച് വെച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്കിനി മുഴുവനായിട്ടും ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പലഹാരം തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ഒന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും അറിയിക്കുക. പിന്നെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്